നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് കൂടുതൽ ചൂടേറുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടി LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രത്യേക അവസ്ഥയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന് ആർക്കും ബോധ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തന ശൈലിയിൽ മുഖ്യമന്ത്രി അടിമുടി മാറ്റം വരുത്തും. പ്രവർത്തന ശൈലിയും പൊതുപ്രതികരണങ്ങളിലും സമീപനവും മാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസന നേട്ടങ്ങൾക്കൊപ്പം രാഷ്ട്രീയവും ഉന്നയിക്കുക എന്നതായിരിക്കും LDFന്റെ പ്രചാരണ തന്ത്രവും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് 110 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന മന്ത്രിമാരുടെ യോഗത്തിലെ വിലയിരുത്തൽ ശരിവെക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDFന്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. കോൺഗ്രസ് വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. അതുപോലെ ഏതെങ്കിലും ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമാണോ മുഖ്യമന്ത്രിയുടെ വിലയിരുത്തലെന്നും ചോദ്യമുയർന്നു. ഞങ്ങൾക്ക് കനകോലൊന്നുമില്ല, ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കനകോലും എല്ലാ കാലത്തും. 10 കൊല്ലമായി സർക്കാരിനെതിരെ ഉണ്ടായേക്കാവുന്ന തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. എന്നാൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സംശയമുണ്ട്. ഇത് കണക്കിലെടുത്താണ് മുഖ്യമന്ത്രി തന്റെ ശൈലിയിൽ മേക്ക് ഓവറിന് ഒരുങ്ങുന്നത്. പൊതുവിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും ശക്തമായ പ്രതികരണം നടത്തിയും മാധ്യമങ്ങളോട് സംബന്ധിച്ചുമാണ് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം. ശൈലി മാറുന്ന സൂചനകൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയിൽ പ്രകടമാണെന്നും CPIM നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ വികസനത്തിനൊപ്പം രാഷ്ട്രീയം പറയാനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അതേസമയം ജമാഅത്തെ ഇസ്ലാമി വിവാദ പരാമർശത്തിൽ AK ബാലനെ തള്ളാതെ മുഖ്യമന്ത്രി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. പറയാനുള്ളത് പാർട്ടി പറയുമെന്ന് പ്രതികരിച്ച് ചോദ്യങ്ങളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലന്റെ പരാമർശമെന്ന ആരോപണം പ്രതിപക്ഷം ഇന്നും ആവർത്തിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്നും അതോടെ പല മാറാടുകൾ ആവർത്തിക്കുമെന്നുമുള്ള AK ബാലന്റെ പരാമർശമാണ് വിവാദങ്ങൾ ആളിക്കത്തിച്ചത്. എന്നാൽ പരാമർശം തള്ളാൻ മുഖ്യമന്ത്രിയും തയ്യാറായില്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വിവാദ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയും 5ാം മന്ത്രി വിവാദത്തിൽ VD സതീശൻ സ്വീകരിച്ച നിലപാടും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത്. പാർട്ടി പറയാനുള്ളത് പാർട്ടി പറയുമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. AK ബാലന് പിന്തുണയുമായി LDF കൺവീനറും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജമാഅത്ത് സ്വീകരിക്കുന്ന ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ, ലീഗ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികരണം ഒരാൾ പ്രകടിപ്പിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു കലാപാഖാനമായിട്ട് പരിഗണിക്കുന്നത് ശരിയല്ല. അതേസമയം CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ AK ബാലനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. AK ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകുമെന്നാണ് നേതാക്കളുടെ വിമർശനം. എന്നാൽ വിവാദ പരാമർശത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണ് AK ബാലന്റെ നിലപാട്. CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് വിവാദ പരാമർശമെന്ന വാദം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. 24 തിരുവനന്തപുരം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം SDP വർഗീയ കക്ഷിയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കൃത്യം ഞങ്ങളുടെ വ്യക്തമാണെന്ന് ഞങ്ങൾക്ക് ഇതിനകത്തൊക്കെ വ്യക്തമായ നിലപാടുണ്ട്. SDPIയും അതുപോലെ വർഗീയ സംഘടനയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയ ശക്തികൾ ആരായാലും
ആ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളോടൊപ്പം കൂടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി മോശം, അവർ വേറെ നിലപാട് വല്ലതും സ്വീകരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി വർഗീയ, അത് ഞങ്ങൾ എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. മുഖ്യമന്ത്രിക്കെതിരെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം പരാജിതനായ ക്യാപ്റ്റന്റെ വിലാപമാണ്. പിണറായി വിജയൻ വർഗീയതയെ താലോലിക്കുന്ന നേതാവാണ് എന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു യുദ്ധം വീറോടെ നയിച്ച് നിലംപരിശായി പരാജയപ്പെട്ട ഒരു ക്യാപ്റ്റന്റെ വിലാപകാവ്യം പോലെയാണ് എനിക്ക് തോന്നിയത് അത് കേട്ടപ്പോൾ. ഇപ്പോഴത്തെ ഒരു ഗവേഷണം ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ താലോലിക്കാമെന്നുള്ളതാണ്. RSSും BJPയും അവർക്ക് ഏറ്റവും ശക്തനായ ഒരു കൂട്ടാളിയെ കേരളത്തിൽ കിട്ടി, സംഘപരിവാറിനെ. അവര് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും പറയുന്ന ഒരു സ്പോക്സ് പേഴ്സണെ സംഘപരിവാറിന് കിട്ടിയിരിക്കുകയാണ് സാക്ഷാൽ പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ E ചന്ദ്രശേഖരൻ മത്സരിക്കില്ല. മണ്ഡലത്തിൽ പുതിയ ആളുകളെ പരിഗണിക്കാനാണ് നീക്കം. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നാണ് സൂചന. സ്ഥാനാർത്ഥി ആര് എന്നത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി CP ബാബു 24നോട് പറഞ്ഞു. ഇപ്പോൾ ചന്ദ്രശേഖരൻ MLA 3 ടേം പൂർത്തീകരിച്ചു. പിന്നെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അതിൽ കൂടുതൽ വരാനുള്ള സാധ്യത കുറവാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ ഘടകങ്ങൾ തീരുമാനിച്ച് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വമാണ് പിന്നെ അത് തീരുമാനിക്കേണ്ടത്. നമ്മൾ നിർദ്ദേശിക്കും, അവർ തീരുമാനിക്കും. ഇവിടുന്ന് നിർദ്ദേശം പോവും, അവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. അരുൺ, കാഞ്ഞങ്ങാട് ആരെയൊക്കെയാണ് CPI പരിഗണിക്കുന്നത്? അതിൽ ഒരു പ്രാഥമിക ചർച്ചകളോ പ്രാഥമിക പ്രവർത്തനങ്ങളോ ഒക്കെ CPI ഉറപ്പായും തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് മണ്ഡലത്തിലെ മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഗുഡ് ഈവനിങ്. വിജയകുമാർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് മണ്ഡലം, അതായത് CPIക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള മണ്ഡലമാണ്, CPIക്ക് ആധിപത്യമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ E ചന്ദ്രശേഖരനായിരുന്നു നിലവിൽ MLA. നേരത്തെ റവന്യൂ മന്ത്രിയായിരുന്നു അദ്ദേഹം. മൂന്ന് തവണ അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. അത് CPIയുടെ സംസ്ഥാന നേതൃത്വം 2 ടേം മത്സരിച്ചവരെ മാറ്റി നിർത്തുന്ന ഒരു പതിവുണ്ട്. ഇത്തവണ മൂന്ന് തവണ ചന്ദ്രശേഖരനെ മത്സരിക്കാനുള്ള ഒരു അനുമതി നൽകിയിരുന്നു. പക്ഷേ ഇനി ഒരു തവണ കൂടി അനുമതി നൽകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മറ്റൊന്ന്, ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹം 3 തവണ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടി അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല. അത് സംസ്ഥാന നേതൃത്വം, CPIയുടെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എന്നുകൂടി ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ആരെ പരിഗണിക്കുമെന്നത് CPIയെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതായി ഉയർന്നു വരുന്ന ഒരു പേര് CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലിൻ്റെതാണ്. അദ്ദേഹം മത്സരിച്ചേക്കുമെന്നൊരു വിവരം സംസ്ഥാന നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയും ജില്ലാ നേതൃത്വത്തേക്ക് അത് എത്തിയിട്ടില്ല. ജില്ലാ നേതൃത്വം അന്തിമമായൊരു പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുമില്ല. കാഞ്ഞങ്ങാട്, വെള്ളരിക്കുണ്ട് 2 മണ്ഡലങ്ങളാണ് ഈ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിന് കീഴിൽ CPIക്ക് വരുന്നത്. ആ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന നിർദ്ദേശം അനുസരിച്ച് ജില്ലാ കമ്മിറ്റി ഒരു റിപ്പോർട്ട്, ഒരു നിർദ്ദേശ പട്ടിക കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഉടൻ തന്നെ ഉണ്ടാവുമെന്നും അറിയിച്ചിട്ടുണ്ട്. 10-ാം തീയതി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. ആ യോഗത്തിന് ശേഷമായിരിക്കും ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു പട്ടിക, അതായത് സംസ്ഥാന നേതൃത്വത്തിനെ കൈമാറുക. എന്തായാലും അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലായിരിക്കും എന്നതാണ് വരുന്ന സാധ്യതാ പട്ടികയിലുള്ള ഒരു പേര്. വിജയകുമാർ. യെസ്, അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. ചർച്ചകൾ പ്രാരംഭ ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ പ്രാഥമിക ഘട്ടത്തിലാണ്. അതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. കോഴിക്കോട് ബേപ്പൂരിൽ PV അൻവറിനൊപ്പം കോൺഗ്രസ് ചർച്ചകളിൽ ആദം മുൽസിയുടെയും KP നൌഷാദ് അലിയുടെയും പേരുകളും. കൊയിലാണ്ടിയിൽ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ, കോഴിക്കോട് നോർത്തിൽ K ജയന്ത്, നാദാപുരത്ത് KM അഭിജിത്ത് എന്നിവർ വിജയസാധ്യതാ പട്ടികയിലുണ്ട്. ഇടുക്കി ഉടുമ്പൻചോലയിൽ MM മണി 3ാമതും കളത്തിലിറങ്ങിയേക്കും. പാലക്കാട് മണ്ഡലത്തിൽ നടൻ ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കാനാണ് BJP നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു സർവേയുടെ അടിസ്ഥാനത്തിൽ നൽകിയ വിജയസാധ്യതാ പട്ടികയിൽ കോഴിക്കോട് ജില്ലയിൽ PV അൻവർ മത്സരിക്കുമെന്ന് പറഞ്ഞ ബേപ്പൂരിൽ ആദം മുൽസിയുടെയും KP നൌഷാദ് അലിയുടെയും പേരാണ് കോൺഗ്രസിൽ നിർദ്ദേശിക്കപ്പെട്ടത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറിനെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് നിർദ്ദേശം. സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നിയമസഭയിലേക്ക് 16 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിലാണ് യൂത്ത് കോൺഗ്രസ്.
അതേസമയം ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ ടേം നിബന്ധനയിൽ എം മണിക്ക് CPIM ഇളവ് നൽകിയേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാനാണ് എം മണിയെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നത്. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആ ഒരു സ്ഥാനാർത്ഥിയാകണം, എങ്ങനെയാണ് ജയസാധ്യത, എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി തീരുമാനിക്കും. അത് പാർട്ടി പറയണ്ടേ, പാർട്ടി പറയുന്നത് ചെയ്യും. എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വികാരവും ഭരണവിരുദ്ധ വികാരവും അനുകൂലമാക്കാനാണ് BJP നീക്കം. വിജയസാധ്യത പഠിക്കാൻ BJP നിയോഗിച്ച ഏജൻസി നടൻ ഉണ്ണി മുകുന്ദന് പാലക്കാട് മണ്ഡലത്തിൽ വിജയസാധ്യത പ്രവചിക്കുന്നുണ്ട്. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ പേരും സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നു. പാലക്കാട് സർപ്രൈസ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ് BJPയിൽ. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റജി ലൂക്കോസിന് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മധ്യകേരളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കാനാണ് BJPയുടെ നീക്കം. പല നേതാക്കളുമായും ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് 24നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ ടെലിവിഷൻ ചർച്ചകളിൽ CPIMനായി വാദിച്ച റജി ലൂക്കോസാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തി BJP അംഗത്വം സ്വീകരിച്ചത്. 35 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ചുവെന്നും ദ്രവിച്ച ആശയം മാറണമെന്നും BJP-കാരനായ റജി ലൂക്കോസ്. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. അതിന് BJPയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറേ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. റജി ലൂക്കോസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് CPIM നേതാക്കളുടെ പ്രതികരണം. ഇടതുപക്ഷ സഹയാത്രികൻ വലതുപക്ഷ സഹയാത്രികൻ എന്നത് ആർക്കും അവകാശപ്പെടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് CPIMുമായി അയാൾക്കൊരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. പാലക്കാട് CPIM മുൻ ഏരിയ സെക്രട്ടറി BJPയിൽ ചേർന്നു. അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ആയിരുന്ന VR രാമകൃഷ്ണനാണ് BJPയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. VR രാമകൃഷ്ണൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഗളി പഞ്ചായത്തിൽ CPIM വിമതനായി മത്സരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മധ്യകേരളത്തിലെ പ്രമുഖ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനാണ് BJP നീക്കം. എല്ലാ മേഖലയിലും നമ്മൾ നിരവധി, അതായത് ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുള്ള എല്ലാ നേതാക്കളുമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 24 തിരുവനന്തപുരം. ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും രൂക്ഷമായി വിമർശിച്ച ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറിനെ തിരുത്തി CPIM. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ചർച്ചകളിൽ പ്രതികരിക്കരുത് എന്നാണ് നിർദ്ദേശം. എന്നാൽ തന്നെ ആരും താക്കീത് ചെയ്തിട്ടില്ല എന്ന് BN ഹസ്കർ പറഞ്ഞു. മുഖ്യമന്ത്രിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് BN ഹസ്കർ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇതാണ് CPIM നേതൃത്വത്തെ ചുടിപ്പിച്ചത്. ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് CPIM ഹസ്കറിന് നിർദ്ദേശം നൽകി. രാഷ്ട്രീയ നിരീക്ഷകനായി ചർച്ചയിൽ പങ്കെടുക്കാം, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നുമായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായ K സോമപ്രസാദിന്റെ നിർദ്ദേശം. എന്നാൽ കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് താൻ പറഞ്ഞതെന്ന് ഹസ്കർ യോഗത്തിൽ മറുപടി നൽകി. തനിക്കെതിരെ നടപടിയെടുത്താൽ AK ബാലനും രാജു ഇബ്രാഹിമും നടപടിക്ക് അർഹരാണെന്നും BN ഹസ്കർ പറഞ്ഞു. തന്നെ താക്കീത് ചെയ്തുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും അഡ്വക്കേറ്റ് BN ഹസ്കർ 24നോട്. പാർട്ടി അംഗം വ്യതിയാനം വരുത്തിയാൽ നിശ്ചയമായും പാർട്ടി എടുക്കുന്നത് ആദ്യ നടപടി എന്ന് പറയുന്നത് ശാസിക്കുകയോ താക്കീത് ചെയ്യുകയോ ഒക്കെയാണ്. ഇതിലെനിക്ക് അത്തരം ഒരു നടപടികൾ പോലുമില്ല. ചില നിർദ്ദേശങ്ങൾ പാർട്ടി എന്ന അർത്ഥത്തിൽ തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളത് മാത്രമാണ് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടുള്ളത്. ഹസ്കറിന്റെ ചാനൽ ചർച്ചയിലെ പ്രസ്താവന CPIMന് വലിയ തലവേദനയായിരുന്നതോടെയാണ് തിരുത്തലുണ്ടായത്. 24 കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പ്രതികരിച്ച് പത്തനംതിട്ട DCC അധ്യക്ഷൻ സതീഷ് കൊച്ചുപറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് KPCC നേതൃത്വം തീരുമാനിക്കും. തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാറി നിന്നാൽ ഒരു തിരിച്ചടിയും ഉണ്ടാകില്ല. പ്രായാധിക്യത്തിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആളാണ് PJ കുര്യനെന്നും മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് കൊടുക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്നും സതീഷ് കൊച്ചുപറമ്പിൽ 24നോട് പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ എല്ലാ മുന്നണികളും തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും കൂടുതൽ പേരുകളൊക്കെയാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും മത്സരരംഗത്തുണ്ടാകുമോ എന്നുള്ള വീണ്ടും അത്തരം ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലടക്കം പ്രതികരിക്കാനായിട്ട് പത്തനംതിട്ട DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ 24നൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, ഇപ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മത്സരിക്കുമോ, എവിടെയെങ്കിലും മത്സരിക്കുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് ഉയർന്നു വരുന്നത്. പത്തനംതിട്ട DCC പ്രസിഡന്റിന് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളല്ല ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. KPCC തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. രാഹുൽ ഈ ജില്ലയിൽ നിന്നുള്ള ആളെന്ന നിലയിൽ വലിയ തരത്തിൽ ഈ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ മാറി നിൽക്കുന്നത് ഒരു തിരിച്ചടിയാകുമോ എന്നോ അല്ലെങ്കിൽ മത്സരിച്ചാൽ തിരിച്ചടിയാകുമോ എന്നുള്ള വിലയിരുത്തൽ ജില്ലാ നേതൃത്വത്തിനുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മാറി നിന്നാൽ തിരിച്ചടിയാകുമോ എന്നുള്ളത് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു വികാരം ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എല്ലാം തിളക്കമാർന്ന വിജയമാണല്ലോ കരസ്ഥമാക്കിയത്. അദ്ദേഹത്തിന് നടപടിയെടുക്കുന്നതും പിൻവലിക്കുന്നതും ഒക്കെ എൻ്റെ അധികാരപരിധിയിലുള്ള കാര്യമല്ല. അത് KPCC തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് PJ കുര്യൻ അടക്കമുള്ള ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തേക്ക് വരണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനെതിരെ UDF പേര് തന്നെ പോസ്റ്ററുകൾ ജില്ലയിൽ പലയിടത്തായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ PJ കുര്യൻ മത്സരരംഗത്തേക്ക് വരണം എന്നൊരു താല്പര്യം DCC പ്രസിഡന്റിനുണ്ടോ? PJ കുര്യൻ സാർ ഈ ജില്ലയിലെ ഒരു അഭിമാനമാണ്. ദേശീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, മുതിർന്നവർക്കും യുവാക്കൾക്കും വനിതകൾക്കും എല്ലാം പ്രാതിനിധ്യം കൊടുക്കുന്നതിലൊന്നും പ്രസിഡന്റ് എന്നുള്ളതിന് ഞങ്ങളാരും എതിരല്ല. പ്രത്യേകിച്ച് PJ കുര്യൻ സാറ് ഈ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം 24 മണി ഇപ്പോഴും പ്രായം പോലും ഇതില്ലാതെ അദ്ദേഹം ഇപ്പോഴും പാർട്ടി പരിപാടികൾക്കെല്ലാം പ്രായാധിക്യം മറന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വിനോദ് മാത്യു 24-നോട്. നാളെ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ കണ്ട് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ തേടും. കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരിടമുണ്ട്, കോൺഗ്രസുമായി സഖ്യത്തിന് താല്പര്യമില്ല എന്നും വിനോദ് മാത്യു പറഞ്ഞു. പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചത് 3 ഇടങ്ങളിലാണ്. ഇനി ആം ആദ്മി പാർട്ടിക്ക് മുൻപിലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പും. അതിൻ്റെ ഒരുക്കങ്ങൾക്ക് കൂടിയാണ് ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ വിനോദ് മാത്യു ഇപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. എന്താണ് ഇനി ആം ആദ്മി പാർട്ടിയുടെ മറ്റു തീരുമാനങ്ങൾ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഈ ഡൽഹി സന്ദർശനത്തിൻ്റെ ഒരു ഉദ്ദേശം? നിയമസഭാ ഇലക്ഷൻ 26 ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച് BJPയുടെ ഒരു രാഷ്ട്രീയ ഉദയം ഉണ്ടാവുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അത്തരത്തിൽ കേരളത്തിൻ്റെ മൊത്തം ഒരു പൊളിറ്റിക്കൽ സെനാരിയോ മാറുന്നൊരു ഇലക്ഷൻ കൂടിയാണ്. അവിടെ ആം ആദ്മിയുടെ പ്രാധാന്യം പ്രയോറിറ്റി ഉണ്ടാകണം എന്നുള്ള റിക്വസ്റ്റ് നാഷണൽ ലെവലോട് വെക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നാലും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാക്കളാരും സംസ്ഥാനത്ത് വന്നിട്ടില്ല, പ്രചാരണത്തിന്റെ ഭാഗമായിട്ടില്ല. എന്നിരുന്നിട്ട് കൂടി 3 ഇടങ്ങളിൽ ജയിക്കുന്നു. അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ കാര്യമായി വേണമെന്ന ആവശ്യം എന്തായാലും മുൻനിർത്തുമെന്നാണ്. അവർ വരാതെ ഞങ്ങൾ 3 സീറ്റ് ചെറിയ വിജയമാണെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിജയമാണ്. അപ്പോൾ അവർ വന്നാൽ അല്ലേ അസംബ്ലിയിൽ സീറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗോവയെ പോലെയും പഞ്ചാബിനെ പോലെയൊക്കെ അധികമായി ആം ആദ്മി പാർട്ടിക്ക് വേരോട്ടമുള്ള, ആം ആദ്മി പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇപ്പോഴും കേരളത്തിലുണ്ട്. നാഷണൽ കമ്മിറ്റി അരവിന്ദ്ജിയെ പോലെ ഒരു നാഷണൽ ലീഡർ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും മനുഷ്യർ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ലീഡറും അദ്ദേഹത്തിൻ്റെ ടീമും കൂടെ ഒന്ന് കൈവച്ചാൽ നിയമസഭയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആം ആദ്മി പാർട്ടി കഴിയുമെന്നുള്ള വിശ്വാസം പൂർണ്ണമായും എനിക്കുണ്ട്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കുമ്പോൾ എത്ര സീറ്റുകളിൽ മത്സരിക്കണം, എവിടേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 140 സീറ്റിൽ മത്സരിച്ചാൽ മാത്രമല്ലേ ഞങ്ങൾക്കൊരു പ്രകടന പത്രിക ഇറക്കാൻ കഴിയുള്ളൂ, ഞങ്ങളെ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ആക്ഷേപം എന്താണ്, വോട്ട് സ്പ്ലിറ്റ് ചെയ്യാന്നൊക്കെ ആക്ഷേപം പറഞ്ഞു വരട്ടെ. അപ്പോൾ 140 സീറ്റിൽ മത്സരിക്കാൻ പാർട്ടി സജ്ജമാണ്, തയ്യാറാണ്. കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുണ്ട്, LDF എന്നുള്ള മുന്നണിയുണ്ട്. അപ്പോൾ ആം ആദ്മി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കായിരിക്കുമോ അല്ലെങ്കിൽ ഒരു അലയൻസ് ആ രീതിയിലേക്ക് നോക്കുന്നുണ്ടോ? അതിൻ്റെ എന്താണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ? അല്ല, അലയൻസിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ചത് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളതാണ്. ഇനി അലയൻസിലേക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അലയൻസിലേക്ക് വന്നാൽ കോൺഗ്രസുമായിട്ട് അലയൻസ് ഏതാണ്ട് വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമുണ്ട്. അത് ഒരു സാധ്യതയുമില്ല. തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അനുകൂല തീരുമാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും മത്സര രംഗത്തേക്ക് സജീവമാകാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട് ഇതാണ്. ആധാറിന്റെ ഔദ്യോഗിക ലോഗോ പുറത്തിറക്കി എന്നതാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉദയ് എന്നാണ് ആ ലോഗോയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് തൃശ്ശൂരിൽ നിന്നുള്ള അരുൺ ഗോകുലാണ് ആ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 875 മത്സരാർത്ഥികളിൽ നിന്നാണ് അരുണിനെ വിജയിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആ ലോഗോ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇതാണ് ഉദയ് എന്നാണ് ആ ലോഗോ, അതിൻ്റെ പേര്. ഇതാണ് ഉദയ് എന്ന പേരിലുള്ള ആധാറിൻ്റെ പുതിയ ലോഗോ. അതിൽ തൃശ്ശൂരിൽ നിന്നുള്ള അരുൺ ഗോകുലാണ് ഈ ലോഗോ ഡിസൈൻ ചെയ്തത്.
875 മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുത്തത്. അതിൽ നിന്നാണ് അരുണിനെ തെരഞ്ഞെടുത്തത്. ഉദയ് എന്ന ലോഗോയുടെ പേര് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. ഇതാണ് ആധാറിന്റെ പുതിയ ഔദ്യോഗിക ലോഗോ, ഔദ്യോഗിക ചിഹ്നം ഇതാണ്. യെസ്, നമ്മൾ നേരത്തെ ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ഭർത്താവിനെ യുവമോർച്ച നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഘടകം നൽകിയ പരാതിയിലാണ് നടപടി എന്നാണ് വിശദീകരണം. ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. ഷംന, ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പാർട്ടി എടുത്ത എന്തെങ്കിലും നടപടിയാണോ, അതോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പഞ്ചായത്ത് ഘടകം ഒരു പരാതി നൽകുകയും അതിന്മേൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്വാഭാവിക നടപടിയുമാണോ? എന്താണ് ഈ ചർച്ചകളുടെയൊക്കെ വിവരങ്ങൾ? വിജയകുമാർ, ഇത് തീർത്തും പാർട്ടിക്കകത്തെ, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ പാർട്ടി വ്യക്തമാക്കുന്നത്. BJP-യുടെ പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷനാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് രാഹുലിനെതിരെ പരാതി നൽകിയ അതിജീവിത അല്ലെങ്കിൽ ആ ഒരു കേസ്, അതിന്റെ ഒരു വശം പോലും ഇതിലില്ല. മറിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചില്ല, പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങിയില്ല എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ്. മറ്റൊന്ന്, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ എത്തിയ സമയത്ത് പ്രോട്ടോകോൾ പാലിക്കാതെ പ്രവർത്തിച്ചു എന്നത് തുടങ്ങിയുള്ള ചില പരാതികളാണ് ഈ ജില്ലാ അംഗങ്ങൾ ജില്ലാ ഘടകം നൽകിയിരുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ ഈ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വിജയകുമാർ. യെസ്, യുവമോർച്ചയുടെ നേതൃസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ, ജില്ലയിലെ നേതൃസ്ഥാനത്ത് നിന്നാണ് മാറ്റിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പഞ്ചായത്ത് ഘടകം ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ വസ്തുതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. അതിന് മറ്റു കാരണങ്ങളൊന്നുമില്ല എന്ന് പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നു. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് BJP നേതാക്കൾക്കെതിരെ നടപടി. കോഴിക്കോട് മേഖലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ റൈ, കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം VP ആനന്ദ് ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് നടപടി. മഞ്ചേശ്വരത്ത് നിന്ന് നടന്ന യോഗത്തിൽ നിന്ന് വിജയകുമാർ റൈയെ മാറ്റി നിർത്തുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായി പരിചയസമ്പന്നരായ പ്രാദേശിക നേതാക്കളെ പരിഗണിക്കണമെന്ന് കോഴിക്കോട് മേഖലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ റൈ ആവശ്യപ്പെട്ടിരുന്നു. 25 വർഷത്തോളം പരിചയമുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു വിജയകുമാർ റൈയുടെ ആവശ്യം. എന്നാൽ വിജയകുമാർ റൈ തനിക്കെതിരെ പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി നേതൃത്വത്തിന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിജയകുമാർ റൈയോട് മാറി നിൽക്കാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് ചൂണ്ടിക്കാട്ടി 3 നേതാക്കളെ സസ്പെൻഡ് ചെയ്തു. കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം VP ആനന്ദ്, വട്ടിയൂർക്കാവ് മണ്ഡലം മീഡിയ കൺവീനർ സുനിൽകുമാർ, നിയമമണ്ഡലം സെക്രട്ടറി രാജ്കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പരസ്യ പ്രതികരണങ്ങൾ നടത്തിയ കൂടുതൽ നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. 24 കാസർഗോഡ്. കൊച്ചിയിൽ നടന്ന NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ബഹളം. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തോമസ് കെ തോമസിനെ മാറ്റണമെന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടതാണ് ബഹളത്തിന് കാരണമായത്. കയ്യാങ്കളിയിലേക്ക് എത്തിയതോടെ PC ചാക്കോ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതേസമയം തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനും AK ശശീന്ദ്രനും മത്സരിക്കുമെന്നും തോമസ് കെ തോമസ് പിന്നീട് പറഞ്ഞു. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തോമസ് കെ തോമസ് മാറണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തിയതാണ് ബഹളത്തിനും കയ്യാങ്കളിക്കും ഇടയാക്കിയത്. തോമസ് കെ തോമസിന് പകരം PC ചാക്കോ അധ്യക്ഷനാകണമെന്നായിരുന്നു ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കുട്ടനാട്ടിലെ വോട്ട് ചോർച്ചയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടില്ല എന്നതും തോമസ് കെ തോമസിന്റെ പോരായ്മയായി ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇതോടെ ഇരുവിഭാഗവും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിനിടെ PC ചാക്കോ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അതേസമയം യോഗത്തിൽ ബഹളം ഉണ്ടായിട്ടില്ല എന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA-മാർ തുടരുമെന്നും AK ശശീന്ദ്രൻ എലത്തൂരിൽ നിന്ന് മത്സരിക്കുമെന്നും തോമസ് കെ തോമസ്. നിലവിലുള്ള 2 MLA എന്ന് പറഞ്ഞ് ഒന്ന് ശശീന്ദ്രൻ ഞാനുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എലത്തൂരിൽ ശശീന്ദ്രൻ തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്, കുട്ടനാട് തോമസ് കെ തോമസും. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. ഞാൻ സ്ഥാനാർത്ഥിയാണ്, തീരുമാനിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ മത്സരിക്കാനാണ് NCP തീരുമാനം. LDF-ൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് പ്രായോഗികമല്ല എന്നാണ് NCP യോഗത്തിൽ ഉയർന്ന നിലപാട്. 24 കൊച്ചി.
വിജയ് ചിത്രം ജനനായകന്റെ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ കേസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി നാളെയാണ്. രാവിലെ 10:30 വിധി പറയും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെ തുടർന്ന് ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിയുടെ റിലീസും പ്രതിസന്ധിയിലായിട്ടുണ്ട്. 15 കട്ടുകൾ കൂടി വേണമെന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്നും. മനേഷ്, നാളത്തെ കോടതി വിധി ഒരു സിനിമയുടെ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ കേസിലെ കേവല വിധിയല്ല, അതിനപ്പുറത്തേക്ക് വിജയ് എന്ന സിനിമാ താരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന ചിത്രമാണിത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഈ വിധിക്കുണ്ട്. തമിഴ്നാടിന് പൊതുവെ നാളെ അതുണ്ടാകുമല്ലോ അല്ലേ? വിജയകുമാർ, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഈ വിധിയെ കാണേണ്ടത്. കാരണം ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ വിജയിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്, ആ രീതിയിൽ തന്നെ കാണണം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം എല്ലാവരും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം കളിക്കുകയാണ് ഈ സെൻസർ ബോർഡ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും നാളത്തെ വിധി വളരെ നിർണായകം തന്നെയാണ്. അത് വിജയുടെ രാഷ്ട്രീയം അതുപോലെ തന്നെ ഈ സിനിമയെ സംബന്ധിച്ചും ഏറ്റവും ഒടുവിൽ വിജയ് അഭിനയിച്ച അല്ലെങ്കിൽ വിജയുടെ അവസാന ചിത്രം എന്ന രീതിയിൽ തന്നെ കാണുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ജനനായകൻ എന്ന് പറയുന്നത്. എന്തായാലും നാളെ ഇപ്പോൾ ഇതിൽ വാദം നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. രണ്ട് സെൻസർ ബോർഡിന്റെയും അതുപോലെ തന്നെ നിർമ്മാതാക്കളുടെയും വാദം നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഇതിപ്പോൾ വിധി പറയാനായി കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചത്. നാളെ രാവിലെ 10:30 മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് PT ആശ കേസ് പരിഗണിക്കുക. അതിൽ വിധി ഉണ്ടാകും എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായ ഒരു വിധിയായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ആരാധകർ ഉൾപ്പെടെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആ രീതിയിൽ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് ശിവകാർത്തികൻ അഭിനയിച്ച പരാശക്തി എന്ന് പറയുന്ന സിനിമയുടെ റിലീസും നിലവിൽ പ്രതിസന്ധിയിലാണ്. അവിടെയും ഈ സെൻസർ ബോർഡ് തന്നെയാണ് വില്ലനായി വന്നിട്ടുള്ളത്. നേരത്തെ 23 കട്ടുകളാണ് ഈ സിനിമയ്ക്ക് വേണം എന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. അത് ചെയ്തതിനു ശേഷം വീണ്ടും സമർപ്പിക്കുന്നു. പക്ഷേ ഇപ്പോൾ 15 കട്ടുകൾ കൂടി ചെയ്യണം. 10-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഈ 15 കട്ടുകൾ കൂടി വേണം എന്നൊരാവശ്യം വന്നപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സംവിധായക സുധാകുമാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിട്ടുള്ളത്. മാത്രമല്ല ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ റിവൈസിംഗ് കമ്മിറ്റിയെ ഈ സെൻസർ ബോർഡിന്റെ റിവൈസിംഗ് കമ്മിറ്റിയെ സമീപിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 10-ാം തീയതി ശിവകാർത്തികേയന്റെ പരാശക്തി എന്ന് പറയുന്ന സിനിമയും റിലീസ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം പ്രമേയമാക്കിയ ഒരു സിനിമയാണ് ഈ പറഞ്ഞ പരാശക്തി എന്ന് പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ബന്ധുവാണ് ഇതിന്റെ നിർമ്മാതാവ്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ ഉടമസ്ഥതയിലുള്ള റെഡ് ജയൻസ് ആണ് ചിത്രത്തിന്റെ വിതരണക്കാർ. അപ്പോൾ ആ രീതിയിൽ ഒരു പൊളിറ്റിക്സും കൂടി ഇതിന്റെ ഭാഗമായുണ്ട്. എന്തായാലും രണ്ട് ചിത്രങ്ങളും പ്രതിസന്ധിയിൽ തന്നെ തുടരുന്നു. ജനനായകൻ എന്തായാലും നാളെ റിലീസ് ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ ഈ പറഞ്ഞ മനീഷ്, ഈ പരാശക്തിക്ക് വേണ്ടി ജനനായകനെ സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന ഈ സെൻസറിന്റെ കാര്യത്തിൽ അല്ലാതെ ചില പരാതികൾ വിജയുടെ അനുയായികൾ, അദ്ദേഹത്തിന്റെ പാർട്ടി അനുയായികളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു പ്രതികരണം എന്ന് പറയുന്നത് കൃത്യമായി സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാളെ ഈ കേസിൽ വരാൻ പോകുന്ന വിധി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ കേസിലെ ഉത്തരവല്ല, അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകും. രാവിലെ 10:30 തന്നെ കോടതി വിധി പറയും. വിധിക്കനുസരിച്ചായിരിക്കും ഒരു പക്ഷേ സിനിമയുടെ ഈ റിലീസിങ്ങിൻ്റെ ഡേറ്റ് മാത്രമല്ല തമിഴ്നാട്ടിൽ ഇനി വിജയ് നടത്താൻ പോകുന്ന നീക്കങ്ങളൊക്കെ ഇതിൽ നിർണായകവുമാണ്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയായ കേട്ടെറ്റിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 12 വരെയാണ് സമയപരിധി നീട്ടിയത്. ഇന്നലെ നെറ്റ്വർക്ക് തകരാർ കാരണം പലർക്കും അപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഇതിനോടകം പലതവണ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ് പല സാഹചര്യങ്ങളിൽ. എന്താണ് ഇക്കാര്യത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഇന്നലെയായിരുന്നു കേട്ടറ്റിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. പക്ഷേ ഇന്നലെ രാവിലെ മുതൽ നെറ്റ്വർക്ക് തകരാറായിരുന്നു. നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ കേട്ടറ്റിന് അപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ പലർക്കും ഈ വർഷത്തെ അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യവും നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് എന്തായാലും 12-ാം തീയതി വരെ കേട്ടറ്റിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി നൽകിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. 12-ാം തീയതി വൈകുന്നേരം വരെ ഇല്ല, 12-ാം തീയതി രാവിലെ 10 മണി വരെ ഇനി കേട്ടറ്റിന് ഒന്നുകൂടി അപേക്ഷിക്കാൻ കഴിയും. എന്തായാലും കഴിഞ്ഞ ദിവസം അപേക്ഷിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് 12-ാം തീയതി രാവിലെ 10 മണി വരെ അവസരമുണ്ട്. എന്തായാലും വൈകുന്നേരം വരെ അവസരമുണ്ട് എന്ന് കരുതിയിരിക്കരുത്. 12-ാം തീയതി 10 മണി വരെയാണ് അവസരം നൽകിയിരിക്കുന്നത്. വിജയകുമാർ, യെസ്, ഈ മാസം 12 വരെയാണ് ആ സമയം. അത് രാവിലെ 10 മണി വരെയാണ് അതിൻ്റെ സമയമുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച്
ഈ നീട്ടിയ സമയപരിധിയുടെ സൗകര്യം ഉപയോഗപ്പെടുത്തി അതിന് ശ്രമിക്കുന്നവർ തയ്യാറാകണം എന്നുകൂടി പറയാനുണ്ട്. ഒരിക്കൽ കൂടി ഈ മാസം 12 വരെയാണ് സമയപരിധി നീട്ടിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ പോകാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. DGPയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ അംഗീകരിച്ചാണ് ഉത്തരവ്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടി അടക്കം ചോദ്യം ചെയ്താണ് അപ്പീൽ നൽകുന്നത്. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായ വിചാരണ കോടതി ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതിക്കെതിരെയുള്ള വിമർശനം തുടരുകയാണ് പ്രോസിക്യൂഷൻ. ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷാപാതത്തോടെ കോടതി തള്ളി. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ്. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ ദിലീപിനെതിരെ അംഗീകരിച്ചില്ല. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ അപ്പീലിനൊരുങ്ങുന്നത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകളുണ്ടെന്നും മേൽക്കോടതിയിൽ ഇത് തെളിയിക്കാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിലപാട്. വിധിയിലെ സാങ്കേതികത്വവും നിയമപരമായ പിഴവുകളും അപ്പീലിൽ ചൂണ്ടിക്കാട്ടും. അപ്പീൽ അടുത്തയാഴ്ച സമർപ്പിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദിണ്ടിഗൽ സ്വദേശി ഡി മണിക്ക് പങ്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം അറിയിച്ചത്. തന്നെ കുടുക്കാൻ മനഃപൂർവ്വം ശ്രമം നടന്നുവെന്നാണ് ഡി മണി 24നോട് പിന്നീട് പ്രതികരിച്ചത്. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയെ SIT ഇന്ന് ചോദ്യം ചെയ്തു. കേസിലെ പത്മകുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി കൊല്ലം വിജിലൻസ് കോടതി. വേലി തന്നെ വിളവ് തിന്നു എന്നാണ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ പറയുന്നത്. രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ചെന്നൈയിലും ദിണ്ടിഗലിലും വരെ പരിശോധന നീണ്ടു. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് പങ്കില്ലെന്നാണ് SIT വിലയിരുത്തൽ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. പ്രവാസി വ്യവസായിയുമായുള്ള ബന്ധം തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഡി മണി തലസ്ഥാനത്ത് വന്നതിൽ ദുരൂഹതയില്ല. തിരുവനന്തപുരത്ത് വ്യക്തിപരമായ കാര്യത്തിനാണ് വന്നതെന്നും SIT കണ്ടെത്തി. മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമമെന്ന് ഡി മണി 24നോട്. அதாவது எதுவும் இல்லை, அவர் மாற்றி பண்ணிட்டாங்க. அது வந்து அவங்களும் எதுவும் என்னை டீச் பண்ணல, நல்லா ரொம்ப மரியாதையா ரொம்ப நீட்டாக டீச் பண்ணாங்க. இது ஏதோ தப்பு நடந்துச்சு அவ்வளவுதான். ஆனா எனக்கும் இதுக்கு எந்த சம்பந்தமே இல்லை, அது மட்டும் போட்டிருக்கும். ஒரு விவசாயி தான் உங்களோட பேரை சொல்லிடுச்சு. அந்த விவசாயியாயிட்டு உங்களுக்கு ஏதாச்சும் கனெக்ஷன் இருக்கா? உங்களுக்கு ஏதாவது செக் பண்ணுங்க, அதாவது இருக்கான்னு செக் பண்ணுங்க. இப்ப நான் வந்து என்னோட தம்பி, என்னோட பிரதர், நீங்க உங்களை தப்பு சொன்னா நான் உங்களை தப்புன்னு சொல்ல முடியுமா? അത് ചുമ്മാ சொல்லிட்டு പോയിരலாம். നേരത്തെ പറഞ്ഞതിൽ വിദേശ വ്യവസായി ഉറച്ചു നിൽക്കുന്നെന്നും ശബരിമലയിലെ സ്വർണം എവിടെയെന്ന് SIT മറുപടി പറയണമെന്നും രമേശ് ചെന്നിത്തല. ഈ സ്വർണം എവിടെ, തൊണ്ടി മുതൽ എവിടെ, അത് ഇതുവരെ SIT പറയുന്നില്ലല്ലോ. ഗോവർദ്ധന്റെ കയ്യിലുള്ള 300 ഗ്രാം അല്ലല്ലോ. ആ സ്വർണം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? കോടതി നിർദ്ദേശപ്രകാരം ഹാജരായ കേസിലെ പ്രതി തിരുവിതാംകൂർ ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീയെ SIT ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. അതിനിടെ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഗുരുതര പരാമർശങ്ങളാണ് കൊല്ലം വിജിലൻസ് കോടതി നടത്തിയത്. എ പത്മകുമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പാളികൾ കൊടുത്തുവിട്ടെന്നും ഉത്തരവിലുണ്ട്. വേലി തന്നെ വിളവ് തിന്നെന്നും കോടതി നിരീക്ഷിച്ചു. എ പത്മകുമാറിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതിനിടെ എ പത്മകുമാർ, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, ബി മുരാരി ബാബു എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ശ്രീകാര്യത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയെ വളർത്തുനായ്ക്കൾ ക്രൂരമായി ആക്രമിച്ചു. മൺവിള സ്വദേശികളായ മനോജ്, ആശ ദമ്പതികളുടെ മകൾ അന്നമഴയ്ക്കാണ് കടിയേറ്റത്. മാതാപിതാക്കളുടെ പരാതിയിൽ നായ്ക്കളുടെ ഉടമയ്ക്കെതിരെ ശ്രീകാര്യം പോലീസ് കേസെടുത്തു. പോങ്ങുമൂട് വെച്ചാണ് +2 വിദ്യാർത്ഥിയെ വളർത്തുനായ്ക്കൾ ആക്രമിച്ചത്. ഇന്നലെ ഉച്ചയോടെ സ്കൂൾ കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം മടങ്ങുകയായിരുന്നു വിദ്യാർത്ഥി. അതീവ അപകടകാരികളായ ബെൽജിയൻ മെലിനോയ്സ് ഇനത്തിൽപ്പെട്ട നായകളാണ് വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത്. വിദ്യാർത്ഥികളുടെ നിലവിളി കേട്ട് നാട്ടുകാരാണ് രക്ഷിച്ചത്. സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നടന്നു വരുമായിരുന്നു അവളുടെ വീട്ടിലോട്ട്. ഈ 2 പട്ടികൾ നാക്കെല്ലാം ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ബാക്കിലോട്ട് നീങ്ങി വരുന്നു. അപ്പം പെട്ടെന്ന് ഒരു പട്ടി വന്ന എൻ്റെ ഫ്രണ്ടുണ്ട്, അവളുടെ തലയിൽ മുടിയിൽ പിടിച്ച്, അപ്പോൾ അവളെ ബാഗിട്ട് അടിച്ച്. അപ്പോൾ മറ്റേ പട്ടി എൻ്റെ പുറത്തോട്ട് ചാടിയപ്പോൾ ഞാൻ വീണിട്ട് അത് എന്നെ കാലിലിങ്ങനെ കടിച്ചുകൊണ്ടിരുന്നു. കാലിൽ ഗുരുതരമായി കടിയേറ്റ വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നായകളെ ഉടമ അലക്ഷ്യമായി അഴിച്ചുവിട്ടുവെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ ആരോപണം. പോങ്ങുമൂട് ബാപ്പുജി നഗറിൽ കബീർ നയന ദമ്പതികളുടേതാണ് 2 നായകളും. സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് ശ്രീകാര്യം പോലീസിൽ പരാതി നൽകി. പരാതിയിൽ ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം.
പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ട്, മയക്കുമരുന്ന് കടത്തിയ യുവാവ് എക്സൈസ് സംഘത്തെ ആക്രമിച്ചു എന്ന വിവരമാണ്. അതിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആരോമൽ രാജൻ, ഗോകുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. MDMAയുമായി എത്തിയ പ്രതിയെ പിന്നീട് സാഹസികമായി കീഴടക്കി. ആനയാറ സ്വദേശി ആകാശ് കൃഷ്ണയാണ് പിടികൂടിയത്. അയാളുടെ കയ്യിൽ 12 ഗ്രാം MDMA ആണ് ഉണ്ടായിരുന്നത്. ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥർ 2 പേരാണ്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി അടിയന്തരമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ കൂരായണത്തിന്റെ സമയമാണ്. ശ്രീനിത കൃഷ്ണൻ ചേരുന്നു. കാണാനില്ല ചാനൽ ചർച്ചകളിൽ ആക്റ്റീവായി നിന്നിരുന്ന ഇടതുപക്ഷ സഹയാത്രികൻ റെജി ലൂക്കോസിനെ കാണാനില്ല. എവിടെ പോയോ എന്തോ. ദശാബ്ദങ്ങളായിട്ട് മാർക്സിസ്റ്റ് ചിന്തകനും അതോടൊപ്പം തന്നെ സംവാദകനും കേരളത്തിലെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഏറെ സുപരിചിതനും ആയിട്ടുള്ള ശ്രീ റെജി ലൂക്കോസ് ഇന്നു മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരുകയാണ്. റെജി ലൂക്കോസ്, നിങ്ങൾ പറയുന്നത് വേറെ ഏതെങ്കിലും റെജി ലൂക്കോസ് ആയിരിക്കില്ലേ? ചാനൽ ചർച്ചയിൽ വരുന്ന റെജി ലൂക്കോസ് ആയിരിക്കില്ല. മൂപ്പര് ഇന്നലെ വരെ BJPക്കെതിരെ ആഞ്ഞടിച്ച ആളല്ലേ, അപ്പൊ പിന്നെ മൂപ്പരാൻ എന്തായാലും വഴിയില്ല. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനായി സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഷോൾ അണിയിച്ച് BJPയിലേക്ക് അംഗത്വം കൊടുക്കുകയാണ്. ആരുണ്ടായിട്ട് എന്താ കാര്യം? മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാൻ ഒരു നിമിഷം പോരെ. ഒരു ചാഞ്ചല്യം ശരിക്കും എന്താ സഖാവെ പറ്റിയ, അല്ല എന്താ റെജിജിയെ പറ്റിയ? പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. അതിന് BJPയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇത്ര നാളും നിന്നതും സംസാരിച്ചതും ദ്രവിച്ച ആശയങ്ങൾക്ക് വേണ്ടിയിട്ടെന്നാണ് റെജിജി പറയുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് മോദിജിയുടെ മോഡേൺ ചിന്താഗതിക്കൊപ്പാണ് റെജി ലൂക്കോസ്. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. മാധ്യമങ്ങളെയും ജനങ്ങളെയും മാർക്സിസം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച റെജി ലൂക്കോസ് ഇനി മുതൽ എല്ലാവരെയും ഗണഗീതം പാടാൻ പഠിപ്പിക്കുന്നതായിരിക്കും. പണ്ട് BJPയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ശബാഷ്, എരുതിയിൽ നിന്നും വറചട്ടിയിലേക്ക്. അപ്പോ റെജി ലൂക്കോസിന്റെ മനസ്സിലുള്ള വിപ്ലവങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അലിഞ്ഞില്ലാതായിരുന്നു. ഇനി അങ്ങോട്ട് ജീമാർക്കൊപ്പമുള്ള ആത്മീയ യാത്ര സർവം മായം. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ അറിയൂ. ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി കേരളത്തിന്റെ ഭരണം കയ്യേറി BJPക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും. കമ്മ്യൂണിസത്തിന്റെ പടി ഇറങ്ങിയപ്പോ തന്നെ അവര് കോൾഡ് പീപ്പിൾ ദ്രവിച്ച ആശയങ്ങൾ എന്ന് പറയാനുള്ള ആ ഒരു തൊലിക്കെട്ടുണ്ടല്ലോ, അപാരം തന്നെ കേട്ടാ. അല്ല, അത് ഞാൻ ദ്രവിച്ച ആശയം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് എൻ്റെ വായിന്ന് വന്നിട്ടില്ല. ഞാനിതുവരെ ഒരു ചാനൽ ബൈറ്റിൽ ഞാൻ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഓർമ്മശക്തിയും പോയാ? എന്നാൽ എന്റെ റെജിജി, നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. വിഷമിക്കണ്ട, നിങ്ങൾ മറന്നതൊക്കെ ഓർമ്മിപ്പിച്ചരാ. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള ഒരു വൃദ്ധസദനമായിട്ട് മാറും. ഇല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്ക് അറിയില്ല അതിന്റെയൊക്കെ. അവനവൻ പറഞ്ഞ കാര്യം ഒന്നും കൂടി കേൾപ്പിച്ചു കൊടുത്തപ്പോ പറയാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, ശരിക്കുള്ള ഞാൻ വേറെയാണെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് BJPയിൽ ചേരാനുള്ള എല്ലാ യോഗ്യതയുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് റെജിജി, കൺഗ്രാറ്റ്സ്. എന്നോട് എന്തെങ്കിലും ഒരു നീതി ഈ പാർട്ടി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാനാ പറയാം. ഓരോ തവണ പാർട്ടി യോഗം കൂടുമ്പോഴും റെജിജി വിചാരിച്ചു തനിക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടുമായിരിക്കുന്നു. എന്നിട്ട് എവിടെ? ജിമാരുടെ അടുത്തേക്ക് പോകുമ്പോ എന്തെങ്കിലും സ്ഥാനം തന്നാലോ? മാത്രല്ല ഇവിടെ ഉള്ളവരൊക്കെ ദ്രവിച്ചിരിക്കല്ലേ, അവിടെ ആണെങ്കിൽ റിച്ച് പീപ്പിൾ. സോ ഒന്നും നോക്കില്ല, ഒറ്റ ചട്ടം. ഗുജറാത്തിലേക്ക് പോകൂ.
ഗുജറാത്ത് നേടിയിരിക്കുന്ന നേട്ടങ്ങൾ, നിങ്ങൾ ഒരുപക്ഷെ ഗുജറാത്തിൻ്റെ ഇന്ത്യൻ ഭാഗങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ തർക്കിക്കായിരിക്കും. ഗുജറാത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾ. കേന്ദ്രം കാരണമാണ് ഇവിടെ വികസനം നടക്കുന്നത്. ആ ഗുജറാത്തിലേക്ക് UP-യിലേക്ക് ഒന്ന് നോക്കൂ, അവരൊക്കെ നമ്പർ 1 ആണ്. നമുക്ക് വികസനം വേണ്ടേ? വരൂ മക്കളെ, വരൂ, BJP-യിൽ ചേരൂ, നാടിനെ രക്ഷിക്കൂ. മുമ്പെല്ലാം വർഗീയ ചേരികളെ എതിർക്കാൻ സെക്യുലറായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും വലിയ വർഗീയതയോടെ കൂടെ കൂടിയേക്കാം എന്ന് വിചാരിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. അമ്മാതിരി ടോക്കൊന്നും ഇവിടെ വേണ്ടട്ടാ. ഇനി അങ്ങോട്ട് ജീമാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് റെജി ലൂക്കോസ്. മൂപ്പരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ട്. സംഘം കാവലുണ്ട്. ഓരോ വ്യക്തിയും എടുത്തു നോക്കുക, അവരിൽ ചാണകമുണ്ട്. ഞാനും ചാണകം, നിങ്ങളും ചാണകം, നമ്മളെല്ലാരും ചാണകമാണ്. ചാണകമേ ഉലകം. അപ്പൊ ഇന്നലെ വരെ റെജി ലൂക്കോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും അയച്ചു കളഞ്ഞിട്ടാ. ഇനി കേരളത്തിൽ BJP അധികാരത്തിൽ എത്തിക്കുന്നത് വരെ മൂപ്പർക്കിനി ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും. അപ്പോ ഓൾ ദി ബെസ്റ്റ്. വിപ്ലവാഭിവാദ്യങ്ങൾക്ക് അല്ല സോറി ധ്വജപ്രണാമം മിത്രമേ. ഇനി നോക്കാം കായിക വാർത്തകൾ. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ആഴ്സണൽ ലിവർപൂൾ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം. രാത്രി 1:30 മത്സരം. സ്പാനിഷ് സൂപ്പർ കപ്പ് സെമി ഫൈനലിൽ റയൽ മാഡ്രിഡ് രാത്രി 12:30 അത്ലറ്റിക്കോ മാഡ്രിഡിനെയും നേരിടും. പ്രീമിയർ ലീഗ് കിരീടത്തിനായുള്ള ആഴ്സണലിന്റെ 23 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. കാര്യങ്ങൾ ആ വഴിക്കാണെന്ന് തോന്നുന്നു. ആഴ്സണൽ ജയിച്ച് മുന്നേറുന്നതിനൊപ്പം കിരീടത്തിലേക്ക് മുഖ്യ എതിരാളികളുടെ എല്ലാം ഒരു കൈ സഹായവുമുണ്ട്. 2ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ 3 മത്സരങ്ങളിലും സമനില വഴങ്ങി. ചെൽസി തോറ്റപ്പോൾ ആസ്റ്റൺ വില്ലയും ലിവർപൂളുമെല്ലാം പോയിന്റ് നഷ്ടപ്പെടുത്തും. 21ാം റൗണ്ട് പോരാട്ടത്തിൽ ലിവർപൂളിനെ വീഴ്ത്തിയാൽ ആഴ്സണൽ കൂടുതൽ സേഫ് സോണിലാകും. പോയിന്റ് പട്ടികയിലെ ലീഡ് 8 ഉയരും. അതേസമയം തുടർച്ചയായ 3ാം മത്സരത്തിലും ജയമില്ലെങ്കിൽ നിലവിലെ ചാമ്പ്യൻസായ ലിവർപൂളിന് കനത്ത തിരിച്ചടിയാണ്. എന്നാൽ ആഴ്സണലിനെ വീഴ്ത്താനായാൽ കിരീടം നിലനിർത്താൻ ചെമ്പടയ്ക്കത് ആത്മവിശ്വാസം നൽകും. സ്പാനിഷ് സൂപ്പർ കപ്പ് 2ാം സെമിയിൽ മാഡ്രിഡ് ഡെർബിയാണ്. ജിദ്ദയിൽ നടക്കുന്ന പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. പരിക്കേറ്റ കിലിയൻ എംബാപ്പെ ഇല്ലാതെയാണ് റയൽ കളത്തിലെത്തുക. എന്നാൽ കഴിഞ്ഞ കളിയിലെ ഹാട്രിക് ഹീറോ ഗോൺസാലോ ഗാർസിയ ആ കുറവ് നികത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗോൾ പ്രതീക്ഷകൾ ഹൂലിയൻ അൽവാരസിന്റെ ബൂട്ടുകളിൽ. ലാലീഗയിൽ റയലിനെ തറപറ്റിച്ചതും അത്ലറ്റിക്കോയ്ക്ക് ആത്മവിശ്വാസമേകും. ജയിക്കുന്നവർ ഫൈനലിൽ ബാഴ്സലോണയാണ് നേരിടേണ്ടത്. സ്പോർട്സ് ഡെസ്ക് 24. വനിതാ പ്രീമിയർ ലീഗ് സീസണ് നാളെ തുടക്കമാകും. ടീമിൽ അടിമുടി അഴിച്ചുപണി നടത്തി കിടിലൻ സംഘമായാണ് ഇത്തവണ UP വാരിയേഴ്സ് രംഗത്തെത്തുന്നത്. UP ടീമിന്റെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കാം. അനിൽ വാസുദേവ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലൂടെ. വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണിന് മുന്നോടിയായി നടന്ന മെഗാ താരലേലത്തിന് മുമ്പ് ഒരേ ഒരു താരത്തെയാണ് UP വാരിയേഴ്സ് നിലനിർത്തിയത്. ശ്വേത ഷെറാവത്ത് എന്ന യുവ ബാറ്ററെ. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ദീപ്തി ശർമ്മ, ക്യാപ്റ്റൻ അലീസ ഹീലി ഉൾപ്പെടെയുള്ളവരെ പോലും നിലനിർത്താതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ സീസണിലെ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേടായിരുന്നു. ഇന്ത്യൻ മുൻതാരം അഭിഷേക് നായരെ കോച്ചാക്കി പരിശീലക സംഘത്തിലും മാറ്റം വരുത്തി UP വാരിയേഴ്സ്. വമ്പൻ പഴസുമായി ലേലത്തിനെത്തിയ UP മികച്ച പർച്ചേസുകളുമായി കടലാസിലിപ്പോൾ മികച്ച സംഘമാണ്. കളത്തിലും അത് കാണാനാവുമോ എന്ന് കണ്ടറിയണം. കഴിഞ്ഞ 3 സീസണിലും ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിലെത്തിച്ച നായിക മെഗ് ലാനിങ്ങിനെ റാഞ്ചിയ UP ക്യാപ്റ്റന്റെ ക്യാപ്പും ഓസ്ട്രേലിയൻ താരത്തിന് നൽകിയിട്ടുണ്ട്. ക്യാപ്റ്റന്റെ കൂട്ടായി ഓസ്ട്രേലിയയുടെ തന്നെ ഫോബി ലിച്ച്ഫീൽഡ്, ഇന്ത്യൻ താരങ്ങളായ ഹർലിൻ ഡിയോൾ, കിരൺ നവ്ഗിരെ, ഡിയാൻഡ്ര ഡോട്ടിൻ എന്നിവർ കൂടി ചേരുമ്പോൾ ലീഗിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് യൂണിറ്റുകളിലൊന്നായി UP മാറുന്നു. കഴിഞ്ഞ സീസണിൽ ടീമിനെ നയിച്ച ദീപ്തി ശർമ്മയെ നിലനിർത്തിയില്ലെങ്കിൽ പോലും ലേലത്തിലൂടെ വമ്പൻ തുകയ്ക്ക് തിരിച്ചുപിടിച്ചു UP. 3.2 കോടി രൂപയ്ക്കാണ് അന്താരാഷ്ട്ര 2020-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമായ ദീപ്തിയെ കൂടാരത്തിൽ തിരികെ എത്തിച്ച്. കഴിഞ്ഞ സീസണുകളിൽ ടീമിന്റെ ആശ്വാസമായി മാറിയ ഇംഗ്ലണ്ടിന്റെ സോഫി എക്കിൾസ്റ്റോണിനെയും തിരികെ പിടിച്ചു. മലയാളി താരം ആശാ ശോഭനയെ കൂടി റാഞ്ചിയതോടെ ലീഗിൽ ഏറ്റവും മികച്ച സ്പിൻ ത്രയം UPയുടേതാണ്. ഇന്ത്യൻ താരങ്ങളായ ശിഖ പാണ്ഡെയും ക്രാന്തി ഗൗഡുമാണ് UPയുടെ പേസ് നിരയിലെ കരുത്ത്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ നോക്കുമ്പോൾ പേസ് നിര അത്ര പോരെന്ന് പറയേണ്ടി വരും. നല്ലൊരു വിക്കറ്റ് കീപ്പർ ഇല്ലാത്തതും പോരായ്മയാണ്. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. നോക്കാം ന്യൂസ് എക്സ്പ്രസ്. ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ AK ബാലനെ തള്ളാതെ മുഖ്യമന്ത്രി. മാറാട് കലാപം ഓർമ്മിപ്പിച്ചു മറുപടി.
ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് എ കെ ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി MV ഗോവിന്ദൻ. വിവാദ പരാമർശത്തിൽ എ കെ ബാലനെതിരെ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ നാവായെന്ന് KC വേണുഗോപാൽ. ഇപ്പോഴത്തെ ഒരു ഗവേഷണം ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ താലോലിക്കാമെന്നുള്ളതാണ്. RSSും BJPയും അവർക്ക് ഏറ്റവും ശക്തനായ ഒരു കൂട്ടാളിയെ കേരളത്തിൽ കിട്ടി, സംഘപരിവാറിനെ. അവര് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും പറയുന്ന ഒരു സ്പോക്സ് പേഴ്സണെ സംഘപരിവാറിന് കിട്ടിയിരിക്കുകയാണ് സാക്ഷാൽ പിണറായി വിജയൻ. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിമുടി ശൈലി മാറ്റത്തിന് മുഖ്യമന്ത്രി. പ്രവർത്തന ശൈലി മാറ്റാൻ ധാരണ. 110 സീറ്റ് എന്ന ആത്മവിശ്വാസത്തിന് കാരണമുണ്ടെന്ന് മുഖ്യമന്ത്രി. ജനങ്ങളാണ് ഇടതുമുന്നണിയുടെ കനഗോലുവെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ മിഷൻ 110നെ പരിഹസിച്ച് കോൺഗ്രസ് നേതാക്കൾ. വെള്ളാപ്പള്ളി വിവാദം അവസാനിപ്പിക്കാൻ CPI. പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്ന് ധാരണ. ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ MM മണി. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പ്രതികരണം. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആര് സ്ഥാനാർത്ഥിയാകണം, എങ്ങനെയാണ് ജയ സാധ്യത, എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി തീരുമാനിക്കും. അത് പാർട്ടി പറയണ്ടേ, പാർട്ടി പറയുന്നത് ചെയ്യും. അതെന്റെ ജോലിയല്ലേ. അത് ഞാൻ ഇപ്പൊ MLA പണി നോക്കി പാർട്ടി പറഞ്ഞല്ലോ നമ്മള്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPI. സിറ്റിംഗ് MLA മാർ മത്സരിക്കുമെന്ന് NCP. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിനിടെ ബഹളം. PC ചാക്കോയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റ് ആവശ്യപ്പെടാൻ യൂത്ത് കോൺഗ്രസ്. മത്സരിക്കേണ്ട നേതാക്കളുടെ കാര്യത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ധാരണ. കോഴിക്കോട് ജില്ലയിൽ K പ്രവീൺകുമാറും KM അഭിജിത്തും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വിജയസാധ്യതയെന്ന് കനഗോലു റിപ്പോർട്ട്. സീറോ മലബാർ സഭ ആസ്ഥാനത്ത് സന്ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ. ഷാൾ അണിയിച്ചു പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് രാജീവ് ചന്ദ്രശേഖർ. പാലക്കാട് അട്ടപ്പാടി CPM മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണൻ BJPയിൽ. പാലക്കാട് നടൻ ഉണ്ണി മുകുന്ദന്റെ പേരും പരിഗണിച്ച് BJP. മഞ്ചേശ്വരം BJPയിലെ ഭിന്നതയിൽ നടപടി. കോഴിക്കോട് മേഖല വൈസ് പ്രസിഡന്റ് വിജയകുമാർ അയ്യെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ നിർദ്ദേശം. സംസ്ഥാനത്തെ സ്കൂൾ അന്തരീക്ഷത്തിൽ സമഗ്രമാറ്റം നിർദ്ദേശിക്കുന്ന കരട് റിപ്പോർട്ടിന് അംഗീകാരം. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയും. ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത പഠനാന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കരട് റിപ്പോർട്ടിൽ പൊതുജനങ്ങൾക്ക് ഈ മാസം 20 വരെ നിർദ്ദേശങ്ങൾ അറിയിക്കാം. പുതിയ അധ്യയന വർഷത്തിൽ മാറ്റങ്ങൾ നടപ്പാക്കാൻ ആലോചന. ജനനായകന് പിന്നാലെ ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിയുടെ റിലീസും പ്രതിസന്ധിയിൽ. ചിത്രത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല. 15 കട്ടുകൾ കൂടി വേണമെന്ന് നിർദ്ദേശം. വിജയ് ചിത്രം ജനനായകന്റെ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ കേസിൽ മദ്രാസ് ഹൈക്കോടതി വിധി നാളെ. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി D മണിക്ക് പങ്കില്ലെന്ന് SIT. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. വിവരം കൈമാറിയ വ്യവസായി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി രമേശ് ചെന്നിത്തല. തന്നെ കൊടുക്കാൻ മനഃപൂർവ്വം ശ്രമം നടന്നെന്ന് D മണി 24നോട്. A പത്മകുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി കൊല്ലം വിജിലൻസ് കോടതി. മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീയെ ചോദ്യം ചെയ്ത SIT. എറണാകുളം കുറുപ്പുംപടി സ്റ്റേഷനിലെ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. നടപടി ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവാവിൽ നിന്നും പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ. പോലീസുകാർ തട്ടിയെടുത്തത് 6,60,000 രൂപ. സ്റ്റേഷനിൽ വിജിലൻസ് പരിശോധന. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന് വിട. സംസ്കാരം മഹാരാഷ്ട്ര പൂനെ നവീപേട്ടിലെ വൈകുണ്ഠ് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. ഓർമ്മയായത് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി നിരന്തരം പോരാടിയ ശസ്ത്രകാരൻ. തിരുവനന്തപുരം ശ്രീകാര്യം പൊങ്ങുമൂട് +2 വിദ്യാർത്ഥിനിയെ വളർത്തുനായ്ക്കൾ ആക്രമിച്ചു. കടിയേറ്റത് മൺവിള സ്വദേശി മനോജ് ആശാ ദമ്പതികളുടെ മകൾ അന്ന മരിയയ്ക്ക്. നാക്കൊക്കെ ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരുമായിരുന്നു.
അപ്പം ഞങ്ങളിങ്ങനെ ബാക്കിലോട്ട് നീങ്ങി വരുന്നു. അപ്പം പെട്ടെന്ന് ഒരു പട്ടി വന്ന എൻ്റെ ഫ്രണ്ടുണ്ട്, അവളുടെ തലയിൽ മുടിയിൽ പിടിച്ച്, അപ്പോൾ അവളെ ബാഗിട്ട് അടിച്ച്. അപ്പോൾ മറ്റേ പട്ടി എൻ്റെ പുറത്തോട്ട് ചാടിയപ്പോൾ ഞാൻ വീണിട്ട് അത് എന്നെ കാലിലിങ്ങനെ കടിച്ചുകൊണ്ടിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. നായ്ക്കളെ അലക്ഷ്യമായി അഴിച്ചുവിട്ടെന്ന ഉടമയ്ക്കെതിരെ പരാതി. 24 ഫോളോ അപ്പ്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ യുവതിയെ ഫോണിൽ വിളിച്ച് ആരോഗ്യമന്ത്രി. വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടിയെന്ന് മന്ത്രിയുടെ ഉറപ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന് മതിയായ ചികിത്സ കിട്ടിയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ICUവിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് കണ്ടെത്തൽ. ആധാറിന് പുതിയ ഔദ്യോഗിക ലോഗോ പുറത്തിറക്കിയത് ഉദയ് എന്ന പേരിൽ. പുതിയ ലോഗോ ഡിസൈൻ ചെയ്തത് തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുൽ. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റിൽ കേരളം പുറത്ത്. നിർണായക മത്സരത്തിൽ തമിഴ്നാടിനോട് തോറ്റ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ആഴ്സണൽ ലിവർപൂൾ വമ്പൻ പോരാട്ടം. സ്പാനിഷ് സൂപ്പർ കപ്പ് രണ്ടാം സെമിയിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. സംസ്ഥാനത്ത് അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 12 വരെ അപേക്ഷ നൽകാം. തീയതി നീട്ടിയത് നെറ്റ്വർക്ക് തകരാർ കാരണം അപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് വ്യാപക പരാതി ഉയർന്നതോടെ. തൃണമൂൽ കോൺഗ്രസ് IT വിഭാഗം മേധാവി പ്രദീപ് ജെയിനിന്റെ വീട്ടിലും ഓഫീസിലും ED റെയ്ഡ്. പരിശോധന കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടെന്ന് സൂചന. റെയ്ഡിനിടെ നാടകീയ രംഗങ്ങൾ. മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തി റെയ്ഡ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ED കൽക്കട്ട ഹൈക്കോടതിയിൽ. നിർണായക രേഖകൾ മുഖ്യമന്ത്രി കൈക്കലാക്കിയെന്നും ED. തിരുവനന്തപുരം ജൂബിലി ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയക്കിടെ ലോഹഭാഗം എല്ലിൽ തുളച്ചു കയറിയെന്ന ആരോപണം. മലയൻകീഴ് സ്വദേശി ജിജിൻ ജോസിന്റെ പരാതിയിൽ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക്. ഈ മാസം 13 മുതൽ ക്ലാസുകൾ ബഹിഷ്കരിക്കും. അടിയന്തരമല്ലാത്ത ചികിത്സകൾ നിർത്തിവെക്കാനും KGM-CTA. സമരം കടുപ്പിക്കുന്നത് ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഇന്ന് 7 മരണം. പത്തനംതിട്ട റാന്നിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ ചെങ്കൽക്വാറിയിൽ മണ്ണിടിഞ്ഞ ലോറി ഡ്രൈവർ മരിച്ചു. കേരള തീരത്തെ MSC കപ്പൽ അപകടത്തിൽ 1227 കോടി രൂപ കെട്ടിവെച്ച് കപ്പൽ കമ്പനി. പണം ഗ്യാരണ്ടിയായി ഹൈക്കോടതിയിൽ കെട്ടിവെച്ചു. നടപടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസിൽ. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ പ്രോസിക്യൂഷൻ. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായ വിചാരണ കോടതി ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല. ദിലീപിനെതിരെ ഗൗരവമേറിയ തെളിവുകൾ സമർപ്പിച്ചിട്ടും പക്ഷപാതത്തോടെ കോടതി തള്ളിയെന്നും അപ്പീൽ നടപടികളുടെ ഭാഗമായ മറുപടിയിൽ വിമർശനം. അപ്പീൽ പോകാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. കൈക്കൂലി ആരോപണം ഉൾപ്പെടെ നേരിട്ട ED ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കി. നിർബന്ധിത വിരമിക്കലിന് നിർദ്ദേശം നൽകിയത് കേന്ദ്ര ധനമന്ത്രാലയം. ഒഴിവാക്കിയത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ. നടപടി ജമ്മു കാശ്മീരിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സർവീസിലിരിക്കെ. കണ്ണൂരിലെ CPM പ്രാദേശിക നേതാവ് ലതേഷിനെ കൊലപ്പെടുത്തിയ കേസിൽ 7 പ്രതികൾക്ക് ജീവപര്യന്തം. 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പ്രതികൾ RSS BJP പ്രവർത്തകർ. 9 മുതൽ 12 വരെ പ്രതികളെ വെറുതെ വിട്ടു. ലതേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് 2008 ഡിസംബർ 31. ഡൽഹി തുക്മാൻ ഗേറ്റിന് സമീപത്തെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 6 പേർ കൂടി അറസ്റ്റിൽ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11 ആയി. പോലീസിന് നേരെ കല്ലെറിഞ്ഞ് 30 പേരെ തിരിച്ചറിഞ്ഞു. പോലീസ് സുരക്ഷയിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്ന നടപടികൾ തുടരും. സംസ്ഥാനത്ത് ഇന്ന് വിവിധ കോടതികൾക്ക് ബോംബ് ഭീഷണി. ഇമെയിൽ മുഖേന ഭീഷണി സന്ദേശം എത്തിയത് കാസർഗോഡ്, ഇടുക്കി, മഞ്ചേരി, പത്തനംതിട്ട കോടതികളിൽ. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷന്റെ പേരിൽ ഭീഷണി സന്ദേശം എത്തിയതോടെ കോടതി നടപടികൾ തടസ്സപ്പെട്ടു. സന്ദേശം വ്യാജമെന്ന് പോലീസ്.
കോഴിക്കോട് നഗരത്തിൽ ലഹരിവേട്ട 200 ഗ്രാം MDMA-യുമായി പൊക്കുകുന്ന് സ്വദേശി പുളിക്കൽ വീട്ടിൽ അരുൺകുമാർ പിടിയിൽ. ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ്. അരുൺകുമാർ MDMA-യുമായി പിടിയിലാകുന്നത് ഇത് 3ാം തവണ. അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും തടയാൻ പ്രത്യേക സെൽ വേണമെന്ന് ഹൈക്കോടതി. നിയമനിർമ്മാണം നടത്തുന്നതുവരെ കാത്തു നിൽക്കേണ്ടതില്ലെന്ന് കോടതി. 4 വർഷമായിട്ടും അന്തിമ തീരുമാനമെടുക്കാതെ നടപടികൾ നീണ്ടുപോകുന്നതിൽ വിമർശനം. നിയമനിർമ്മാണത്തിന് സർക്കാരിനെ നിർബന്ധിക്കാൻ പരിമിതികളുണ്ടെന്ന് ഹൈക്കോടതി. എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് തലവേദനയായി ഗ്രൂപ്പ് തർക്കം. എ ഗ്രൂപ്പും വി.ഡി. സതീശൻ ഗ്രൂപ്പും തമ്മിൽ ഭിന്നത രൂക്ഷം. പെരുമ്പാവൂരിൽ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വി.ഡി. സതീശൻ അനുകൂലിയായ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ ഒഴിവാക്കി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ദിവസം ഉദ്ഘാടനം നിശ്ചയിച്ചത് എംപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എന്ന ആരോപണം. കർണാടകയിൽ സ്ത്രീയെ വിവസ്ത്രയാക്കി പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ. കർണാടക DGP-യോട് റിപ്പോർട്ട് തേടി. 5 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ഇൻഡോറിലെ മലിനജല ദുരന്തത്തിലെ മരണസംഖ്യയിൽ മധ്യപ്രദേശ് സർക്കാരിന്റെ ഒളിച്ചുകളി. ദുരന്തത്തിൽ മരിച്ചത് 8 പേർ മാത്രമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച സർക്കാർ സഹായം നൽകിയത് 18 പേരുടെ ബന്ധുക്കൾക്ക്. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പരിശോധനയിൽ വെള്ളത്തിൽ ഗുരുതര അളവിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഹരിയാനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പരിശീലകന്റെ സസ്പെൻഡ് ചെയ്തത് ദേശീയ ഷൂട്ടിംഗ് പരിശീലകൻ അങ്കുഷ് ഭരദ്വാജിനെ. നടപടി 17-കാരിയായ കായിക താരത്തെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഫരീദാബാദ് പോലീസ് കേസെടുത്തതോടെ. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുമായി വൈറ്റ് ഹൌസിൽ ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭിന്നതകൾ വിശദീകരിക്കാൻ പെട്രോ തന്നെ ഫോണിൽ വിളിച്ചതായും ട്രംപ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കൊളംബിയൻ വിദേശകാര്യമന്ത്രിയും ചർച്ച നടത്തുമെന്നും സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ്. ഇനി നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരത്ത് എക്സൈസ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ MDMA-യുമായി എത്തിയ യുവാവ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. 2 ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ആണിയാറ സ്വദേശി ആകാശ് കൃഷ്ണ പിടിയിലായി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ആകാശ് കൃഷ്ണ പ്രദേശത്ത് ആനേറ ഭാഗത്ത് ഈ MDMA വിൽക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പ്രത്യേകമായ ഒരു ഡ്രൈവ് നടത്തുകയായിരുന്നു. ആകാശ് കൃഷ്ണയ്ക്ക് വേണ്ടി വലയൊരുക്കി. അങ്ങനെ ആകാശ് കൃഷ്ണയെ ട്രാപ്പിൽ വിളിച്ചു വരുത്തി പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആരോമൽ രാജൻ, ഗോകുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരുടെയും മുഖത്താണ് പരിക്കേറ്റത്. മുഖം കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ആകാശ് കൃഷ്ണ. എന്തായാലും വളരെ പണിപ്പെട്ട് ആകാശ് കൃഷ്ണനെ പിടികൂട്ടിയിട്ടുണ്ട്. ആകാശ് കൃഷ്ണയുടെ കയ്യിൽ നിന്ന് 12 ഗ്രാം MDMA-യാണ് പിടിച്ചെടുത്തത്. നേരത്തെ പോലീസിനെ ബോംബെറിഞ്ഞ കേസിലടക്കം ആകാശ് കൃഷ്ണ പ്രതിയാണ്. കരമന പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിലാണ് ആകാശ് കൃഷ്ണ പ്രതിയായിട്ടുള്ളത്. മുൻപും സമാനമായി മയക്കുമരുന്ന്, കഞ്ചാവ് ഉൾപ്പെടെ കച്ചവടം നടത്തിയതിൽ ആകാശ് കൃഷ്ണ പിടിയിലായിട്ടുണ്ട്. എന്തായാലും ആകാശ് കൃഷ്ണനെ അതിസാഹസികമായാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പരിക്കേറ്റ 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, അറിഞ്ഞെടുത്തോളം അയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ആനേറ സ്വദേശി ആകാശ് കൃഷ്ണ പിടിയിലായിട്ടുണ്ട്. സമാനമായ കേസുകളിലും മറ്റ് ക്രിമിനൽ കേസുകളിലുമൊക്കെ അയാൾ പ്രതിയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ സംസ്ഥാനതല ആരോഗ്യ വിദഗ്ധരുടെ സംഘം നാളെ വയനാട്ടിലെത്തും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രേഖകൾ പരിശോധിക്കും. യുവതിയിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം എത്തുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഇന്ന് ആരോഗ്യമന്ത്രി ആ കുട്ടിയെ വിളിച്ചിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു, എല്ലാ സഹായവും ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിരിക്കും ഈ സംഘം അവിടേക്ക് എത്തുന്നത്, അല്ലേ? തീർച്ചയായും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആരോഗ്യമന്ത്രി ഈ വിഷയത്തെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ആദ്യ ചൂട് എന്നുള്ള നിലയിലാണ് ഇന്ന് നേരിട്ട് തന്നെ ഈ യുവതിയെ വിളിച്ച് സംസാരിച്ചു. യുവതിയുടെ വീട്ടുകാരുമായും ആരോഗ്യമന്ത്രി വിശദമായി സംസാരിച്ചു. അവരെ കാര്യങ്ങൾ കേട്ടു, അവർക്കൊപ്പമുണ്ട് എന്നുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ സഹായവും നൽകും. ഇവർ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കുടുംബം ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് നാളെ ഈ യുവതിയുടെ
ആരോഗ്യ പരിശോധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നടക്കും. ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിദഗ്ധ സംഘത്തിന്റെ, അതായത് നേരത്തെ DMO തലത്തിലാണ് ഒരു അന്വേഷണം നടന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ട് DHSന് കൈമാറിയിട്ടുണ്ട്. അതിന്റെ ചൂടുപിടിച്ച് തന്നെയാണ് സംസ്ഥാന തലത്തിലുള്ള വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തുന്നത്. അത് നയിക്കുന്നത് ഡോക്ടർ വീണ സരോജി എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ്, DHSന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇവിടേക്ക് എത്തുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഗൈനക്കോളജി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ ഒരു നിര തന്നെ അതിനകത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാവുക. എന്തായാലും പ്രാഥമികമായി ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ അപകടങ്ങൾ ഒഴിവായി എന്നുള്ള തരത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം ഇത് വലിയ ഗുരുതരമായ അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തുടർ നടപടികൾ, കർശനമായ രീതിയിൽ തന്നെയുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാകും തുടർ നടപടികൾ. വിജയകുമാർ. യെസ്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രേഖകൾ പരിശോധിക്കും ഈ സമിതി. യുവതിയിൽ നിന്ന് മൊഴിയെടുക്കും. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം, നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ വിദഗ്ധ സംഘം എത്തുന്നത്. തുടർ നടപടികൾ ഉറപ്പാണ് എന്നാണ് സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തിരക്ക് പിടിച്ച് CBIക്ക് കേസുകൾ കൈമാറുന്ന സമീപനമല്ല ഇടതുപക്ഷത്തിൻ്റെതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വളരെ തിരക്കായിട്ട് CBIക്ക് വിടുന്ന ചരിത്രങ്ങൾ നമ്മൾ കുറേ കണ്ടതാണല്ലോ. അത് ആ ഒരു ശീലക്കാരല്ലല്ലോ ഞങ്ങൾ. ആവശ്യമായ പരിശോധന നടത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓൺലൈൻ തട്ടിപ്പ് കേസ് ഒതുക്കാൻ എന്ന വ്യാജേന കൈക്കൂലി വാങ്ങിയ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എറണാകുളം കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ASI, 3 സിവിൽ പോലീസ് ഓഫീസർ എന്നിവർക്കാണ് സസ്പെൻഷൻ. 6,60,000 രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. സ്റ്റേഷനിൽ വിജിലൻസ് പരിശോധന നടത്തി. ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസിൽ കുറുപ്പുംപടി സ്വദേശിക്ക് നോട്ടീസ് നൽകാനാണ് ഗുജറാത്ത് പോലീസ് എത്തിയത്. ഇവരെ സഹായിക്കാൻ കുറുപ്പുംപടിയിലെ CPOമാരെ കൂടെ വിട്ടു. ഡിജിറ്റൽ തട്ടിപ്പിന്റെ പണമെത്തിയ അക്കൗണ്ട് ഉടമയെ കണ്ടെത്തി നോട്ടീസ് നൽകി. ഇയാളെ ചോദ്യം ചെയ്തതുവഴി മറ്റൊരാൾക്ക് വേണ്ടിയാണ് പണം എടുത്തു നൽകിയതെന്ന് കുറുപ്പുംപടി പോലീസിനോട് പറഞ്ഞു. പോലീസ് ഇയാളുടെയും വീട്ടിലെത്തി സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പിന്നാലെയാണ് ഗുജറാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത സൈബർ കേസിൽ പ്രതിയാണെന്നും കേസൊതുക്കാൻ പണം വേണമെന്നും ആവശ്യപ്പെട്ടത്. അറസ്റ്റ് ഭയന്ന യുവാവ് 6,60,000 രൂപ പോലീസുകാർക്ക് കൈമാറി. പിന്നീടാണ് ഇത് പോലീസിന്റെ തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പോലീസ് പ്രത്യേക വിഭാഗം 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി. തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് CPOമാരായ സഞ്ജു, ഷെഫീഖ്, ഷക്കീർ, ഗ്രേഡ് SI റൌഫ് എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. 2 ദിവസത്തിനിടയിൽ എറണാകുളത്ത് മാത്രം 6 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ ഇന്ന് 7 മരണം. പത്തനംതിട്ട റാന്നി മന്ദിരംപടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മലപ്പുറത്ത് വാഹനാപകടത്തിൽ മങ്കട പഞ്ചായത്ത് അംഗം നസീറ CPക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം പള്ളിച്ചലിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന് പിന്നിൽ ലോറി ഇടിച്ചാണ് 2 പേർ മരിച്ചത്. മുക്കൊല സ്വദേശി അമൽ, ആലപ്പുഴ സ്വദേശി ദേവി കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. പത്തനംതിട്ട റാന്നി മന്ദിരംപടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 കർണാടക സ്വദേശികൾക്ക് ജീവൻ നഷ്ടമായി. വാനും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴയിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. പോങ്ങശ്ശേരിയിൽ രഞ്ജനാണ് മരിച്ചത്. പത്തനംതിട്ട നാരങ്ങാടത്ത് സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. ഇടയാറന്മുള സ്വദേശി ശ്രീരാജനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. പത്തനംതിട്ട കൂടലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിൽ ഓട്ടോ ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പത്തനാപുരം സ്വദേശി സുജിമോനാണ് പരിക്കേറ്റത്. കോഴിക്കോട് പയ്യോളിയിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ തലശ്ശേരി സ്വദേശി രാംകുമാറിനാണ് പരിക്കേറ്റത്. ന്യൂസ് ഡെസ്ക് 24. ഇനിയും ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.
ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് രാത്രി 8 മണിവരെ 70,000-ത്തിലധികം പേർ ദർശനം നടത്തി. പമ്പയിൽ നിന്നും മരക്കൂട്ടത്തുനിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. വരും ദിവസങ്ങളിൽ തിരക്ക് കൂടാനാണ് സാധ്യത. ഈ മാസം 14-നാണ് മകരവിളക്ക്. വീണ്ടും വാർത്തകളിലേക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നുണ്ട്. AK ബാലനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളുകയാണ്. AK ബാലന്റെ വിവാദ പ്രസ്താവനയെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ബാലനെ MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞത്. AK ബാലന്റെ പരാമർശം നിരുത്തരവാദപരം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകാൻ പാടില്ലായിരുന്നു. പാർട്ടി അതിനെ തള്ളിക്കളയുന്നു. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ താൻ മറുപടി നൽകാതിരുന്നത് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, നേരത്തെ മുഖ്യമന്ത്രി ഈ ബാലന്റെ പരാമർശങ്ങൾ, AK ബാലന്റെ പരാമർശങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ അതിനെ തള്ളിപ്പറയാതെ ആണ് അതിന് പ്രതികരിച്ചത്, അതിന് മറുപടി പറഞ്ഞത്. പക്ഷെ പാർട്ടി സെക്രട്ടറി അങ്ങനെയല്ല, അല്ലേ? വിജയകുമാർ, തീർച്ചയായും മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനമല്ല AK ബാലന്റെ പ്രസ്താവനയോട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ റിപ്പോർട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ യോഗത്തിലെ ചർച്ചകൾക്ക് മറുപടി പറയുമ്പോഴാണ് MV ഗോവിന്ദൻ AK ബാലന്റെ വിവാദ പരാമർശങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞത്. AK ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ്. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് താൻ അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതുകൊണ്ടാണ് താൻ ഇതേപ്പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി AK ബാലന്റെ പ്രസ്താവനയെ ന്യായീകരിക്കുന്ന ഘട്ടത്തിന് ഏതാണ്ട് സമാന്തരമായി തന്നെയാണ് ജില്ലാ കമ്മിറ്റി യോഗവും നടന്നത്. ആ യോഗത്തിലാണ് ബാലന്റെ പ്രസ്താവനയെ CPM പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രിയെന്നും മാറാട് കലാപങ്ങൾ ആവർത്തിക്കുമെന്നും ഒക്കെയായിരുന്നു AK ബാലന്റെ പ്രസ്താവന. അത്തരമൊരു പ്രസ്താവന മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയാണ് നടത്തിയത് എന്ന തരത്തിലുള്ള പരാമർശവും MV ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായി. എന്തായാലും CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായത് AK ബാലനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഈ പരാമർശങ്ങളായിരുന്നു. യെസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ AK ബാലനെ തള്ളിയില്ല. വേറൊരു തരത്തിൽ മാറാട് കലാപ സാഹചര്യങ്ങൾ പരാമർശിച്ചാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. അതുമാത്രമാണ് AK ബാലനും ഓർമ്മിപ്പിച്ചത് എന്നായിരുന്നു മുഖ്യമന്ത്രി ഏറെക്കുറെ അതിനെ ന്യായീകരിച്ച് പ്രതികരിച്ചത്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി അങ്ങനെയല്ല. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകുകയായിരുന്നു. പാർട്ടി അതിനെ തള്ളിക്കളയുന്നു. അത് പ്രസ്താവന നിരുത്തരവാദപരം എന്നാണ് CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. രാവിലെ പാർട്ടി പറയും എന്നായിരുന്നു ഈ ചോദ്യങ്ങളോടുള്ള MV ഗോവിന്ദന്റെ പ്രതികരണം. അത് അദ്ദേഹം വൈകിട്ട് തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയിൽ വിശദീകരിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. പ്രേക്ഷകർക്കും ശുഭരാത്രി.